നിലവിലെ സാഹചര്യത്തിൽ വില മുകളിലേക്ക് തന്നെ കുതിക്കുന്ന ലക്ഷ്യമാണ് കാണിക്കുന്നത്. കാരണം ഇറാനും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് അവർ സമവായത്തിലെത്തി അതിനൊരു ഇടനിലയിലൂടെ അത് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നെങ്കിലും അത് പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇറാനെതിരായ ആക്രമണത്തിൽ സമവായമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ റഷ്യയും സൗദി അറേബ്യയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നിലവിൽ ഈ സ്വർണ്ണവില വീണ്ടും കൂടാനായിട്ടുണ്ടായ സാഹചര്യം. അതുപോലെ തന്നെ ട്രംപിന്റെ തീരുവയ്ക്കെതിരായിട്ട് അവിടുത്തെ സുപ്രീം കോടതി ഉണ്ടായിരിക്കുന്ന വിധി, അങ്ങനെയുള്ള പല വിഷയങ്ങൾ അതിനെ എതിർത്തുകൊണ്ട് ട്രംപ് വീണ്ടും 10% തീരുവ രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്നു. ഇതൊക്കെ സ്വാഭാവികമായും സ്വർണ്ണവിലയെ സ്വാധീനിക്കും. അത് ഇന്ത്യയെ ബാധിക്കില്ല എന്നൊക്കെ തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നുവെങ്കിലും അതൊക്കെ തെറ്റാണെന്നും ഇന്ത്യയും ഒരു തീരുവയുടെ വിഷയം ബാധിക്കുമെന്നും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വീണ്ടും സ്വർണ്ണവില ഉയരങ്ങളിലേക്ക് പോകാനാണ് സാധ്യത കാണുന്നത്. തീർച്ചയായും ഇന്ന് ഒരു നിക്ഷേപമായിട്ടാണല്ലോ സ്വർണത്തെ എല്ലാവരും കാണുന്നത്. കയ്യിൽ കുറച്ച് പണം ഉണ്ടെങ്കിൽ അത് ഗോൾഡിലേക്ക് ചിലവഴിക്കാനാണ് കൂടുതൽ ആളുകളും താല്പര്യപ്പെടുന്നത്. ഈ സ്വർണ്ണവിലയിലെ ഒരു ചാഞ്ചാട്ടം നിലനിൽക്കുമ്പോൾ അവരുടെ ആ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാത്രമല്ല, സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലേക്കാണ് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്നത്. സ്വർണ്ണാഭരണം വാങ്ങുന്ന രീതികളും മലയാളികൾക്കിടയിൽ മാറിയിട്ടുണ്ട്. കൂടുതൽ ആളുകളും ഈ ബാർകോയിൻ അത്തരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ അല്ലേ? നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും വന്നിട്ടില്ല. ആളുകൾ ഇപ്പോഴും നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന കുറവ്, ആളുകളുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞതുകൊണ്ട് വാങ്ങുന്ന സ്വർണത്തിലെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട്. അതാണ് സ്വർണ്ണ വിപണിയെ സംബന്ധിച്ച് നിലവിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി. സ്വർണ്ണ വില ഇങ്ങനെ കൂടി നിൽക്കുന്നു, ആളുകൾ എടുക്കാൻ വരുന്നത് അളവ് കുറഞ്ഞാണ്, ചെറിയ അളവിലാണ് എടുക്കുന്നത്. നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് ചിലപ്പോൾ വലിയ ഒരു കുറവ് വിൽപ്പനയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഊഹ കച്ചവട രീതി സ്വർണ്ണ വ്യാപാരത്തിൽ നടക്കുന്നുണ്ടോ? ഊഹക്കച്ചവട രീതിയെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പ്രോപ്പർ വിലയ്ക്ക് സ്വർണം വിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം. ഇപ്പോൾ നമ്മള് സ്വർണം ഒരുപാട് വിൽക്കാൻ വരുന്ന ഏത് ജ്വല്ലറിയുടെ സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ വിൽക്കാൻ എത്തുമ്പോൾ നമ്മളത് വാങ്ങി ആളുകളെ സഹായിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങി വയ്ക്കുന്ന സ്വർണം തിരിച്ചൊന്ന് കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. കാരണം പ്രോപ്പറായിട്ട് വില ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ലഭിക്കാത്ത തരത്തിൽ നമ്മളുടെ നിന്ന് വാങ്ങുന്നവർ അത് എടുക്കാതിരിക്കുന്ന തരത്തിലൊക്കെ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളെടുത്ത് വരുന്ന സാധാരണക്കാരുടെ സ്വർണം അവർ വിൽക്കാൻ വരുമ്പോൾ നമ്മൾ ആരെയും മടക്കി അയക്കാറില്ല. അവരോട് കാര്യം പറഞ്ഞ് പ്രോപ്പറായിട്ടുള്ള അന്ന് കൊടുക്കാൻ പറ്റുന്ന പരമാവധി വില കൊടുത്തു തന്നെയാണ് നമ്മൾ സ്വർണം വാങ്ങുന്നത്. പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളുകൾ, വൻകിടക്കാരായിട്ടുള്ള ആളുകൾ, അവർ നമ്മളെ വിപണി വില കിട്ടേണ്ട വില പ്രോപ്പറായിട്ട് തരാതെ നമ്മളെ സമ്മർദ്ദപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് സ്വർണം എടുക്കുന്നതനുസരിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ പുതിയത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ലഭിക്കേണ്ടതായിട്ടുള്ള തുകയിൽ നിന്ന് ഒരുപാട് കുറച്ചൊക്കെ നൽകേണ്ട അവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം സ്വർണ്ണ വ്യാപാരികൾ ഈ മേഖലയിൽ ഒരു ആശങ്ക ഇപ്പോഴും തുടരുകയല്ലേ? കാരണം ഇത് ഉടൻ തന്നെ സ്വർണ്ണവില കുറയാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ തന്നെ വിപണിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്വർണ്ണ വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താക്കളെ പോലെ തന്നെ ആശങ്ക നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. അത് ഞാനിപ്പോ സാധാരണ എപ്പോഴും പറയുന്നുണ്ട്. സ്വർണ്ണ വ്യാപാരം നിലവിലുണ്ടായിരുന്നതിനേക്കാൾ പകുതിയിൽ താഴേക്ക് സ്വർണ്ണ വ്യാപാരം കുറഞ്ഞിരിക്കുകയാണ്. അത് ആളുകളുടെ കയ്യിൽ പണം എത്തിയാൽ മാത്രമേ ആളുകൾ സ്വർണം വാങ്ങാനായിട്ട് വിപണിയിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ വലിയ ഉയർന്ന വിലയിൽ നിൽക്കുമ്പോൾ ആളുകൾ വില കുറയട്ടെ എന്ന് ചിന്തിച്ച് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. അവശ്യ സാധനങ്ങളുടെ വലിയ വിലവർധനമുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പലപ്പോഴും സർക്കാരുകളൊക്കെ പരാജയപ്പെടുമ്പോൾ അത് ജനങ്ങളെ കാര്യങ്ങളിൽ അവരുടെ പർച്ചേസിംഗ് പവറിനെയും അവരുടെ ജീവിതശൈലിയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് സ്വാഭാവികമായും ബിസിനസ്സുകാരെയും വ്യാപാരികളെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും വിലയുടെ വർധന ഒരു പ്രശ്നം ഒരു സൈഡിൽ നിൽക്കുന്നു. അവർക്ക് വലിയ ഒരു തുക മുടക്കി വാങ്ങാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്.
അവരിനെയും വില കുറയുമ്പോൾ വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നാലും വില കുറയാത്ത ഒരു സാഹചര്യം ഈ പല രീതിയിലുള്ള വിദേശ രാജ്യങ്ങളുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം കൂടി കൂടിക്കുഴഞ്ഞ് വരുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ജനങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നു. അത് മൊത്തത്തിൽ വ്യാപാരികളെയും വാങ്ങേണ്ട കസ്റ്റമേഴ്സിനെയും എല്ലാം വളരെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.